ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന നല്ല നാടൻ ലൈനേജ്, അതേപോലെ ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ് ബ്ലാക്ക് ഉണ്ട് കേട്ടോ. അടിപൊളി പെടക്കോഴികളാണ്. പിന്നെ അതേപോലെ കാപ്പിരികളുണ്ട്, പിന്നെ സൊണാലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഓർഡർ വന്നതാണ്, സെയിൽ പോസ്റ്റ് ഇട്ടിട്ടൊന്നുമല്ല. പിന്നെ അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളുണ്ട്. അപ്പോൾ ഒരാൾ ഓൾറെഡി നമ്മളേക്ക് സാധനം മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വേറെ ഏതെങ്കിലും കോഴികളുണ്ടെങ്കിൽ ഐറ്റംസ് വീഡിയോ എടുത്തിട്ട് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ സൊണാലി മാത്രം മൂപ്പര് പറഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് വെറൈറ്റികൾസ് ഉണ്ടായിരുന്നപ്പോൾ അതും കൂടി പുള്ളിക്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് മൊത്തം ഒരു 11 പീസ് അങ്ങനെ ഒരുമിച്ച് ഏതായാലും ഡെലിവറി ചെയ്യില്ല. അപ്പോൾ 11 പീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് കേട്ടോ. അത് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ്. പിന്നെ നാക്കഡ് നെക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട്, അപ്പോൾ നല്ല വലിയൊരു ബോക്സിലാണ് നമ്മളത് ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി, ഇപ്പോൾ 11 പീസുള്ള കാരണം നല്ല അടിപൊളി പ്രോപ്പർ ബോക്സിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി ലൊക്കേഷനിലൊക്കെ എത്തി. പക്ഷേ നിങ്ങളോടൊരു കാര്യം എനിക്ക് ഇതിലൂടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കോഴികൾ, ഒരു 10ൽ കൂടുതൽ നല്ല വലിയ കോഴികൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ബോക്സ് ആക്കിയിട്ടൊക്കെ അയക്കാൻ ശ്രമിക്കുക. കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഡെലിവറി ചെയ്യുന്നതിൽ എനിക്കൊരു അനുഭവം, ഒരു കോഴി എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അവിടെ എത്തുമ്പോഴേക്കും ചത്തു. കാരണം ഈ കോഴികൾ ഒരു കോഴി മേലെ കയറി നിന്ന് കഴിഞ്ഞ് ശ്വാസം കിട്ടാണ്ടായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരു കോഴി ചത്തു. അപ്പോൾ എനിക്കത് വല്ലാത്ത ഫീലിംഗ് ആയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ പോലും കുറച്ച് ലേറ്റായി. കാരണം എനിക്കതൊരു ഇത് കിട്ടിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് കയ്യിൽ കിട്ടിയെങ്കിലും, പക്ഷെ അത് ജീവനോടെ കിട്ടിയെങ്കിലും, പക്ഷെ അധികം സമയം ആയുസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതൽ കോഴികൾ നിങ്ങൾ അയക്കുമ്പോൾ 2 കാർട്ടൂണായിട്ട് അയക്കാൻ ശ്രമിക്കുക. കാരണം ഒന്നിൻ്റെ മുകളിലൊന്ന് കയറി നിന്നത് ഭയങ്കര ടയർഡാവും, ആവേശനാവും. അപ്പോൾ നല്ല വലിയ കോഴികളാണെന്നുണ്ടെങ്കിൽ, മുട്ടയിടുന്ന കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസം പ്രായമായ കോഴികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളൊരു മെസ്സേജ് തരികയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനൊരു അനുഭവം. അപ്പോൾ പുള്ളിക്ക് അവിടെ എത്തിയിട്ട് പുള്ളി അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടന്നു. പുള്ളി എന്നോട് ഷെയർ ചെയ്തു, ഇങ്ങനെ ഒരു കോഴി ഇതായി എന്ന് പറഞ്ഞ വീഡിയോയും പോസ്റ്റൊക്കെ വിട്ടന്നു. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയി. കാരണം ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോഴിനെ എന്താ പറയുക, അതിൽ വിട്ടുപോലെ ആയിപ്പോയി. അപ്പോൾ അത് എനിക്ക് അത്രയും, ഞാൻ പ്രോപ്പറായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫീലിംഗ് ആയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.